SDP-യുടെ വോട്ട് UDF സ്വീകരിക്കുന്നുണ്ടോ, SDP-യുടെ പിന്തുണ UDF സ്വീകരിക്കുന്നുണ്ടോ, കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ടോ എന്ന് എത്ര തവണയാണ് നമ്മൾ ചോദിച്ചത്? നിങ്ങളൊരു മറുപടി പറഞ്ഞോ. SDP ആണ് ഇവിടെ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്, ജമാഅത്തെയാണ് പാലക്കാട് മണ്ഡലത്തിൽ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. ചേലക്കരയിൽ SDP-യുടെ പിന്തുണ PV അൻവറിനായിരുന്നു. പാലക്കാട് പിന്തുണ മാത്രമല്ല, 7ാം റൗണ്ട് എണ്ണിക്കഴിയുമ്പോഴേക്കും SDP-യുടെ ആഹ്ലാദ പ്രകടനം നിങ്ങൾ കണ്ടതല്ലേ? അത് റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിൽ ഒരു പ്രവർത്തകനെ കൈപ്പാങ്ങിൽ കിട്ടിയാൽ തീർത്ത് കളയണം എന്ന് പറയുന്ന ജനാധിപത്യ ബോധം കോൺഗ്രസിന് എവിടെ നിന്ന് കിട്ടി? ഇപ്പോ ഇന്നൊരു ഫേസ്ബുക്ക് പേജിനെ കുറിച്ചിട്ടാണല്ലോ, ഇപ്പോ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചിട്ടാണ് ഈ ചർച്ച നടന്നത്. ഈ തെരഞ്ഞെടുപ്പ് അവസാനിച്ച ദിവസം, അതായത് 20ാം തീയതി, കോൺഗ്രസിന്റെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവ് ഇട്ടൊരു പോസ്റ്റ് ഞാൻ വായിക്കാം. 6 മണിയാകട്ടെ, കൈ തരിക്കുന്നു. സൗമ്യ സരിനെതിരെ സൈബർ ആക്രമണമായിട്ട് കോൺഗ്രസിന്റെ സൈബർ ടീം നടത്തിയതാണ്. സരിനേക്കാൾ വലിയ ദുരന്തമാണ് ഭാര്യയെന്ന് നിയാസ് മലബാറി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവിന്റെ പോസ്റ്റാണ്. ഞാൻ 6 മണിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, കൈ തരിച്ചിട്ട് പാടില്ല, ഓള് ക്രിസ്ത്യൻ ക്ലിയർ ആണ് എന്ന് പറഞ്ഞ് വായിക്കാൻ പറ്റാത്ത, പറയാൻ പറ്റാത്ത ചില വാചകങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാര് പോസ്റ്റ് ചെയ്തു. അതിൽ പലരും തമ്പും ബ്രഷിട്ടു. കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ തമ്പും ബ്രഷിട്ടു. ഇവിടെ അതൊരു ചർച്ചയായി മാറിയില്ല. ചേവായൂര് KPCCയുടെ പ്രസിഡന്റ് തന്നെ വെല്ലുവിളിച്ചു. കോൺഗ്രസിന് സഹകരണ സംഘം വോട്ട് ചെയ്തില്ലെങ്കിൽ അവരെ തീർത്തു കളയും, കൊന്നു കളയുമെന്നാ പറഞ്ഞത്. എത്ര പ്രാധാന്യം കൊടുത്തു ഇവിടെ. അതുപോലെ തന്നെ ചേലക്കരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട്. ഞാനെങ്ങ് വരട്ടെ, എന്നിട്ട് തിരിച്ചടിക്കാം എന്ന് KPCC പ്രസിഡന്റ് തന്നെ പറയുന്ന വാചകങ്ങൾ പുറത്തു വന്നു. അടുത്ത കാലത്തായി കോൺഗ്രസ് അസഹിഷ്ണുതയുടെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നത് ഒരു മാധ്യമങ്ങളും കാണുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് നോവുമ്പോ, നിങ്ങൾക്കെതിരെ ഒരു വാചകം പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നോവും, ചർച്ചയാകും. ബാക്കിയെല്ലാം നിങ്ങൾ സാമാന്യവൽക്കരിക്കും, പൊതുവൽക്കരിക്കും. അങ്ങനെ പൊതുവൽക്കരിക്കേണ്ടതില്ല. അടുത്ത കാലത്ത് കോൺഗ്രസിന്റെ സൈബർ പ്രൊഫൈലുകളിൽ നിന്ന് വരുന്ന വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം തിരിച്ചറിയണം എന്നതാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ പൊതുമണ്ഡലത്തിലുള്ള നിരവധി കാര്യങ്ങളുണ്ട്. BJP-യുടെ വോട്ട് കുറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര വെപ്രാളം? അതാണെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. ഞങ്ങൾ BJP-യുടെ വോട്ട് കുറയുന്നതിൽ ഒരാശങ്കയും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് സന്തോഷമാണുള്ളത്. കോൺഗ്രസ് BJP എവിടെയെല്ലാം ജയിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം കോൺഗ്രസിന്റെ വോട്ടാണ് പോയിട്ടുള്ളത്. ഇപ്പൊ നേമത്ത് BJP ജയിച്ചു. 60,000 വോട്ടുണ്ടായിരുന്ന കോൺഗ്രസ് 14,233 വോട്ടായിട്ട് കുറഞ്ഞപ്പോഴാണ് അവിടെ BJP ജയിച്ചത്. തൃശ്ശൂർ BJP ജയിച്ചു. എങ്ങനെ? 86,965 വോട്ട് കോൺഗ്രസിന് നഷ്ടപ്പെട്ടപ്പോ 74,000 വോട്ടിന് BJP ജയിച്ചു. അങ്ങനെ കോൺഗ്രസ് എവിടെയെല്ലാം വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അവിടെ BJP ജയിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് ചില മണ്ഡലങ്ങളിൽ BJP വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും സന്തോഷം ഉള്ള പാർട്ടി ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീയതയ്ക്കും എതിരാണ്. ജമാഅത്ത് ഇസ്ലാമി ആയാലും RSS ആയാലും ഈ നാട്ടിൽ ഒരു തരത്തിലും വേര് പിടിക്കരുത്, മതത്തിന്റെ പേരിൽ രാജ്യനിർമ്മാണം പാടില്ല എന്ന് അതിശക്തമായിട്ടുള്ള പോരാട്ടം സംഘടിപ്പിക്കുന്ന, ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്ന പാർട്ടി ഞങ്ങളാണ്. ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിൽ ഒരിടത്തും വർഗീയതയുടെ വോട്ടില്ല. ചേലക്കരയിലാണ് ആദ്യം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നത്. പാലക്കാട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു. ചേലക്കരയിൽ എന്ത് SDPI ഒരു അഭിനന്ദന പ്രകടനം നടത്താത്തത്, ഒരു അഭിവാദ്യ പ്രകടനം നടത്താത്തത്? കാരണം ഞങ്ങൾ പറഞ്ഞിരുന്നു ഒരു വോട്ടും ഞങ്ങൾക്ക് വേണ്ട, അത് RSSന്റെയും വേണ്ട, ജമാഅത്ത് ഇസ്ലാമിയുടെയും വേണ്ട. ഇപ്പോഴും വീണ്ടും വീണ്ടും താങ്കൾ ചോദിച്ചല്ലോ, ഒരു മറുപടി കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന് വന്നോ? നിങ്ങളുടെ മാധ്യമ ടീം ഒരു ബസ്സിൽ വെച്ച് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോട് ചോദിച്ചല്ലോ, ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന അന്തസ്സോടെ പറയാൻ തയ്യാറുണ്ടോ എന്ന്. അന്നേരം ചിപ്സ് എടുത്ത് വായിലിട്ട് ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ട്രോളുകളെല്ലാം നമ്മൾ കണ്ടു. ഒരു ഘട്ടത്തിൽ പോലും ഇവർ പറഞ്ഞിട്ടില്ല ഈ കേരളത്തിൽ SDPIക്ക്, പോപ്പുലർ ഫണ്ടിന്, NDFന്, ജമാഅത്ത് ഇസ്ലാമിക്ക് വളരണമെങ്കിൽ കോൺഗ്രസിന്റെ പിന്തുണ വേണം, കോൺഗ്രസ് രാഷ്ട്രീയം അധികാരത്തിൽ വേണം. കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ SDPIയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ വേണം. വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം ഇവർ ചർച്ച പൂർത്തീകരിച്ചു. 2 ദിവസം മുമ്പ് SDPIയുടെ നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ലേ, ഞങ്ങൾ വേണ്ടത്ര ചർച്ചയൊക്കെ നടത്തിയിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലത്തിലും സ്ഥാനാർത്ഥിയെ നിർത്താത്തത്, UDFന് പിന്തുണ കൊടുത്തത്. ഈ ഉപതെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ അവർക്ക് പിന്തുണ കൊടുക്കുന്നത് കൃത്യമായിട്ടുള്ള ചർച്ചയുടെയും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ രാഷ്ട്രീയ ധാർമ്മികതയുടെ ഭാഗമായി പറയേണ്ടവർ പറയാതെ മാറി നിന്നാൽ ഞങ്ങൾ എന്തു ചെയ്യുമെന്ന് SDPIയുടെ നേതാക്കന്മാർ പറയുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് എത്ര ഒളിച്ച് കളിച്ചാലും, എത്ര മറുപടിയിൽ നിന്ന് തെന്നി മാറിയാലും കോൺഗ്രസും SDPIയും തമ്മിലുള്ള പരസ്പര സഖ്യം, തെരഞ്ഞെടുപ്പ് സഖ്യം മറ നീക്കി പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യം. അതാണ്, വെറുതെ ഒരു റാലിയല്ല. കോൺഗ്രസ് ആഹ്ലാദ പ്രകടനം നടത്തുന്നതിന് മുമ്പേ തന്നെ SDPIയുടെ ആഹ്ലാദ പ്രകടനം, ആ ആഹ്ലാദ പ്രകടനം വാർത്തയാക്കിയ മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്നു, മാധ്യമങ്ങളെ ആക്രമിക്കുന്നു. അതിൽ തമ്പും പ്രശ്നം കൊടുത്തത് വിഷ്ണുനാഥാണ്, PC വിഷ്ണുനാഥാണ്, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഭാഗമാണ്. ഒന്നാലോചിച്ച് നോക്കിയാൽ, ഞങ്ങളുടെ പ്രവർത്തകർ അങ്ങനെ കാണിച്ചാൽ അതിൽ ഞങ്ങൾ ഊന്നൽ കൊടുക്കുന്നില്ല, ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നില്ല, അത് തെറ്റായി പോയി എന്ന് പറയുകയല്ല. PC വിഷ്ണുനാഥാണ് ഈ പോസ്റ്റിനെതിരെ, കൈപ്പാങ്ങിന് കിട്ടിയാൽ തീർത്ത് കളയണമെന്ന പോസ്റ്റിന് തമ്പും പ്രശ്നം കൊടുത്തിരിക്കുന്നത്. ഇന്നലെ ചില നേതാക്കന്മാർ വന്ന് ന്യായീകരിക്കുന്നു. അതുകൊണ്ട് എന്ത് പറയുമ്പോഴും CPM-നെ ആക്രമിക്കുക, പിണറായി വിജയനെ ആക്രമിക്കുക, അങ്ങനെ ആക്രമിച്ചാൽ നിങ്ങൾക്കെതിരായിട്ടുള്ള ആ വസ്തുതാപരമായ ആരോപണം മുഖ്യധാരയിൽ നിന്ന് മാറും എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു സ്ഥിരം ശൈലിയാണ്. ആ ശൈലിയൊക്കെ കയ്യിലിരുന്നാൽ മതി. ഇത്രയധികം ആരോപണം ചേലക്കരയിൽ വൻപിച്ച വോട്ട് നേടി ജമാഅത്തെ നിങ്ങളുടെ സഖ്യകക്ഷി അഥവാ നിങ്ങളുടെ ഒപ്പമായിരുന്നില്ലേ? പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യങ്ങളാണ്. ഒരിക്കലുമില്ല.
അല്ലാതെ ചോദ്യങ്ങൾ ഒരുപാടുണ്ടല്ലോ. 1996 ദേശാഭിമാനിയുടെ ഒരു എഡിറ്റോറിയലും വെച്ചുകൊണ്ടാണ് ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരുന്നത്. ആ എഡിറ്റോറിയൽ കൃത്യമായി വായിച്ചിരുന്നുവെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ആ സ്വഭാവത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള എഡിറ്റോറിയൽ തന്നെയാണത്. ഇവിടെ ഏതെങ്കിലും കൃത്യമായി വസ്തുത വച്ചുള്ള ചോദ്യം വരുമ്പോൾ അതിൽ നിന്ന് തെന്നി മാറാൻ നിരവധി ആരോപണങ്ങൾ സ്ഥിരമായി ഉന്നയിക്കുക. ഇവിടെ ഇതേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, ഐ ആം ആൻ ഇലക്ഷൻ എക്സ്പെർട്ട്, ഐ ആം ഒരു ഇലക്ഷൻ പാസ്നിസ്റ്റ് ആണ്, അതുപോലെ സ്ട്രാറ്റജിക്കൽ എക്സ്പെർട്ട് ആണ് എന്തെല്ലാം സ്വയം പറഞ്ഞ് ഈ ചേലക്കരയിൽ തോൽവിയുണ്ടെങ്കിൽ അതിന് ഞാനാണ് ഉത്തരവാദി, എന്റെ മറ്റേ ഇവിടുത്തെ തൃക്കാക്കരയിലെയും അതുപോലെ പുതുപ്പള്ളിയിലും എല്ലാം തെരഞ്ഞെടുപ്പ് നേട്ടം എന്ന് പറഞ്ഞല്ലോ. എന്തിയെ നേട്ടമില്ലാതെ പോയത്? ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു വോട്ട് ഞങ്ങൾക്ക് കുറഞ്ഞിരുന്നെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞ് നിങ്ങൾ ആഞ്ഞടിക്കുമായിരുന്നല്ലോ. ഇപ്പൊ ജനങ്ങൾക്ക് വ്യക്തമായില്ലേ? 5000 വോട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്കുള്ള വ്യത്യാസം. അത് 12000 വോട്ടോടെ ഈ പാലക്കാട് എടുത്ത് രണ്ടാം സ്ഥാനവും 7000-ത്തിലധികം വോട്ട് നിങ്ങൾക്ക് കുറഞ്ഞു ചേലക്കരയിൽ. അത് നിങ്ങൾ കാണാതെ പോകരുത് അരുൺ. ഡോക്ടർ അരുൺകുമാർ, ഈ ചേലക്കര മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം 28 വർഷമായി ഞങ്ങൾ വിജയിക്കുന്നു. 28 വർഷത്തിനിടയിൽ ഒരു തവണ മാത്രമാണ് ഞങ്ങൾക്ക് ഈ 83,000 വോട്ട് കിട്ടിയത്. ബാക്കി 2016-ലും ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പിലും ഒരു 60,000 62,000 ആണ് ഞങ്ങളുടെ താരിഫ്. ആ താരിഫ് വോട്ട് ഞങ്ങൾ കൃത്യമായി പിടിച്ചിട്ടുണ്ട്. ശ്രീ കെ രാധാകൃഷ്ണനെ താങ്കൾക്ക് അറിയാമല്ലോ, വളരെ ചെറുപ്പത്തിലെ MLA, മന്ത്രി, സ്പീക്കറായി ആ മണ്ഡലത്തിലെ ഓരോ വ്യക്തിയെയും പേരെടുത്ത് വിളിക്കാൻ, ഓരോ വീട്ടിലെ കുടുംബാംഗങ്ങളെയും പേരെടുത്ത് വിളിക്കാൻ ശേഷിയുള്ള നേതാവിന് 2021 വലിയ അംഗീകാരം കിട്ടി, വോട്ട് കിട്ടി. ചേലക്കരയിൽ നിങ്ങൾ വിജയിക്കുന്നതിനോടൊപ്പം BJP-യും ജയിക്കുന്നു, 9,000 വോട്ട്. അല്ല, അത് ഞങ്ങൾ ഗൗരവത്തോടെ കാണുമല്ലോ. കഴിഞ്ഞപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് ഒരു സീറ്റേ കിട്ടിയുള്ളൂ, BJP-ക്ക് വോട്ട് ശതമാനം വർദ്ധിച്ചു. അങ്ങനെ വർദ്ധിച്ച സാഹചര്യത്തിലും വളരെ ജാഗ്രതയോടെ അതിന്റെ കാരണം കണ്ടെത്തി, ഞങ്ങളുടെ ഭാഗത്തുള്ള കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ പരിശോധിച്ച് കണ്ടെത്തി അത് കൃത്യമായി പാർട്ടി സഖാക്കളുടെ ഇടയിലും ജനങ്ങൾക്കിടയിലും ക്യാമ്പയിൻ നടത്തി അവ തിരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചുകൊണ്ട് തന്നെയല്ലേ ഞങ്ങൾ മുന്നോട്ട് വന്നത്. എങ്ങനെയാണ് 2024 ഏപ്രിൽ മെയ് മാസത്തിൽ 5000 വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കെ രാധാകൃഷ്ണൻ അത് ഇങ്ങനെ ഇപ്പോ 12,000 വോട്ടായി മാറി? 7,000 വോട്ടിന്റെ വർധനവ് ഇങ്ങനെ വന്നു. ഇത്ര വലിയ ആക്രമണം ഉണ്ടായിട്ടും പാലക്കാട് ഞങ്ങൾക്ക് എങ്ങനെ വോട്ട് കൂടി? അത് 2016 കിട്ടിയതിനേക്കാളും 2021 കിട്ടിയതിനാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കിട്ടിയതിനേക്കാളും ഞങ്ങൾക്ക് വോട്ട് വർദ്ധിച്ചു. വ്യത്യാസം 15,000 ആയിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ആഹ്ലാദ പ്രകടനം നടത്താൻ ഒരു SDPI വന്നില്ലല്ലോ. അപ്പൊ വോട്ട് എവിടെ കിട്ടിയെന്ന് വ്യക്തമാണ്. ഇത്ര ആക്രമണം എന്തിനാ? ഞങ്ങൾ പറഞ്ഞു ഒരു വർഗീയ കക്ഷികളെ വോട്ട് വേണ്ട. അല്ല ഇല്ല, അത് ആക്രമണത്തിന് നിങ്ങൾ ഉപയോഗിച്ചോ? ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വേണ്ടി ഒരു വർഗീയവാദികളും പ്രകടനം പഠിക്കാനും ആഹ്ലാദം പിടിക്കാനും വരില്ല. കാരണം തെരഞ്ഞെടുപ്പ് വരും പോകും. ഞങ്ങൾക്ക് ഈ മതനിരപേക്ഷ കേരളം, ഈ രാജ്യം നിലനിർത്തുക എന്നതാണ് ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വിജയിക്കാൻ വേണ്ടി ഏത് അവിശുദ്ധ ശക്തിയും ഉണ്ടാക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ സ്ഥിരം രീതിയാണ്. എന്നിട്ട് പറയും ഇലക്ഷൻ എക്സ്പെർട്ട്, സ്ട്രാറ്റജിക്കൽ എക്സ്പെർട്ട്. ഈ പാലക്കാട് മണ്ഡലം ഇത്തരത്തിലായതിനു ശേഷം ഒരു തവണ പോലും ഇടതുപക്ഷം ജയിച്ചിട്ടില്ല. പാലക്കാട് മണ്ഡലത്തിൽ ഇപ്പോഴുള്ള മണ്ഡല പുനർനിർണയം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും കൂടുതൽ വോട്ട് ഇപ്പോഴാണ്. ഞങ്ങൾക്ക് മികച്ച സ്ഥാനാർത്ഥിയെ കിട്ടി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി പട്ടണത്തിൽ ഞങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റാത്ത മേഖലകളിൽ കയറി ചെല്ലാൻ പറ്റി. ഇപ്പൊ ആ വോട്ടന്തരം കുറച്ച് ഞങ്ങളും BJP-യും തമ്മിലുള്ള 2ാം സ്ഥാനവും 3ാം സ്ഥാനവും തമ്മിലുള്ള വോട്ടന്തരം വെറും 1900 വോട്ടിലേക്ക് കുറഞ്ഞു. 2000 വോട്ടിൽ താഴെയുള്ളൂ. ഞങ്ങൾ ഇതിലും കൂടുതൽ നേട്ടം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. 1.5 വർഷം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുഖ്യധാരയിലേക്ക് എത്താൻ പാകത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് അടിത്തറ ഒരുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു വോട്ട് ഞങ്ങളുടെ കുറഞ്ഞിട്ടാണെങ്കിൽ 2021 ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിനേക്കാൾ ഒരു വോട്ട് ഞങ്ങളുടെ നഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഭരണവിരുദ്ധ വികാരം അലയടിച്ചു, ആഞ്ഞടിച്ചു. ഒരു മണ്ഡലത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടി മനസ്സിലാക്കി ആ കുറവുകൾ പരിഹരിക്കാൻ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ജനങ്ങൾക്കിടയിൽ തന്നെയാണ് ഈ 1.5 വർഷം ബഹുദൂരം ഞങ്ങൾ മുന്നോട്ട് നടപ്പാക്കും. 3ാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും.